നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷൻ വിജിലി, CRC കോമ്പസിറ്റ് റീജിയണൽ സെൻറ്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി മന്ത്രാലയത്തിന് കീഴിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CRC. അതിൻ്റെ ഡയറക്ടറാണ്. ഒലിവ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കി ഡോക്ടർ PJ സജു രചിച്ച എൻ്റെ OCD സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. താരതമ്യേന നമ്മുടെ മലയാള പുസ്തക ശാഖകളിൽ അത്ര വളരെ സുലഭമായി ഇല്ലാത്ത ഒന്നാണ് ഈ പോപ്പുലർ സയൻസിലുള്ള പുസ്തകം എന്ന് പറയുന്നത്. അതുതന്നെ വിശേഷ്യ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്യാട്രി, സൈക്കോളജി സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ അതൊരു പോപ്പുലർ റീഡ് എന്ന നിലയിലുള്ള പുസ്തകങ്ങളായിട്ടുള്ളവ താരതമ്യേന കുറവാണ്. ആ ഒരു ശ്രേണിയിലേക്കുള്ള വളരെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഡോക്ടർ PJ സജു രചിച്ച എൻ്റെ OCD സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. വളരെ ശാസ്ത്രീയമായി, വളരെ അഗാധമായ പാണ്ഡിത്യത്തോടു കൂടി ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന രീതിയിലാണ് OCD എന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ലഘു മാനസിക രോഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ഒസ്വാസ് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. അമിതവൃത്തി എന്നൊക്കെ വളരെ ലളിതമായി പറയാവുന്ന അത്തരത്തിലുള്ള ഒരുപാട് സിംറ്റംസ് ഉള്ള, എന്നാൽ ചില സ്റ്റഡീസ് കാണിക്കുന്നത് 0.6 to up to 3% വരെയുള്ള ആളുകളിൽ ഇന്ത്യയിൽ തന്നെ ഈ OCD അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പലരെയും ബാധിക്കുന്ന ഈ OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന അവസ്ഥയെക്കുറിച്ച്, മാനസിക അവസ്ഥയെക്കുറിച്ച് അതിനുള്ള കൃത്യമായ ശാസ്ത്രീയ ചികിത്സ, അതിന് അദ്ദേഹം വളരെ പാണ്ഡിത്യമുള്ള സൈക്യാട്രിയിൽ ഉന്നത ബിരുദങ്ങൾ നേടുകയും അതിനുശേഷം UK-യിൽ ദീർഘകാലമായി സീനിയർ സൈക്യാട്രിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ബിഹേവിയറൽ തെറാപ്പി ശാസ്ത്രശാഖയിൽ വളരെയധികം ജ്ഞാനമുള്ള, അതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആ വശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിശദമായ ഒരു പുസ്തകമാണ് ഈ OCDയെക്കുറിച്ചുള്ള അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം. ഈ അവസ്ഥയ്ക്ക് കേവലം ഒരു മരുന്ന് ചികിത്സ കൊണ്ട് മാത്രം ഉള്ളതല്ല, അതിന് കൃത്യമായ ബിഹേവിയർ തെറാപ്പിയുണ്ട്. അതോടൊപ്പം ഈ അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികൾ അവർ സ്വയം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മനഃശാസ്ത്രപരമായിട്ടുള്ള CBTയിൽ അധിഷ്ഠിതമായിട്ടുള്ള വലിയ വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം. ഇത്ര ഗഹനമാണ് എന്ന് പറയുമ്പോഴും പക്ഷേ ഏതൊരു സാധാരണക്കാരനും വായിക്കാൻ പറ്റുന്ന തരത്തിൽ ലളിതവും വളരെ വ്യക്തവുമായിട്ടാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് തൻ്റെ ലൈബ്രറിയിലെ ഒരു നല്ല വായനാ പുസ്തകമാകുമ്പോൾ തന്നെ സൈക്യാട്രി, സൈക്കോളജി രംഗത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടി ഒരേ സമയത്താകുന്ന അപൂർവത ഈ പുസ്തകത്തിനുണ്ട്. അത്ര ആധികാരികവും എന്നാൽ ലളിതവുമായിട്ടാണ് ഇതിൻ്റെ ആഖ്യാന രീതി. നമുക്കറിയാം, പോപ്പുലർ സയൻസിൻ്റെ വളരെ അഗാധമായ സയൻസ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്സ്, അല്ലെങ്കിൽ മിച്ചിയോ കാക്കു, അതുമല്ലെങ്കിൽ നീൽ ഡിഗ്രസ് ടൈസൺ എന്നൊക്കെ പോലുള്ള അതിപ്രഗത്ഭരുടെ ശ്രേണിയിലേക്ക് തൻ്റെ ഈ ഒരൊറ്റ പുസ്തകത്തിലൂടെ അദ്ദേഹം എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു തവണ തന്നെ ഇരുന്ന് വായിച്ച് തീർക്കാവുന്ന എന്നാൽ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. ഒപ്പം ഒരുപക്ഷെ നമ്മൾ മെഡിക്കൽ സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ മാർക്കോ പോളോ ഓഫ് ന്യൂറോ സയൻസസ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിളയന്നൂർ S. രാമചന്ദ്രൻ്റെ ദ ടെൽറ്റെയിൽ ബ്രെയിൻ, ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ഒളിവർ സാക്സിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ദ മാൻ ഹൂ മിസ്ടുക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ് എന്നൊക്കെ പറയുന്ന വൈദ്യശാസ്ത്ര രംഗത്തെ ഗഹനതകൾ സാധാരണക്കാരന് പ്രാപ്യമാവുന്ന രീതിയിൽ വളരെ ലളിതമായി പറഞ്ഞ് പ്രതിപാദിച്ച ആധികാരിക പുസ്തകമായിട്ട് തീർച്ചയായിട്ടും ഡോക്ടർ PJ സജു രചിച്ച് ഒലിവ് പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എൻ്റെ OCD സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഈ പുസ്തകം മാറുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഒരു നല്ല റീഡ്, ഒരു നല്ല വായനാനുഭവം നൽകുന്നതാണ് ഈ പുസ്തകം എന്ന് യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും.